അടുത്ത നോക്കൂ, ഇതേപോലെ തന്നെ മറ്റൊരു ഹംസയാണ് ഹംസത്തുൽ ഖത്അ. അതായത് ഹംസന്റെ മുകളിൽ വാല് മുറിഞ്ഞ ഐനിന്റെ തല കണ്ടോ, ഇതാണ് ഐൻ. ഈ ഐനിന്റെ വാല് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേര് ഹംസ് എന്നാണ്. അപ്പൊ അലിഫിന്റെ മുകളിൽ ഹംസയെ കണ്ടാൽ ഇതാണ് ഹംസത്തുൽ ഖത്അ. ഖത്അന്റെ ഷോർട്ട് ഫോം ആണ് ഇത്, ഈ ഐനിന്റെ തല. ഈ അക്ഷരം ഇപ്പോൾ അമറ, സഅല, ജാഅ, കണ്ടോ ഇവിടെ ഹംസ വന്നിരിക്കുന്നു, ഇവിടെയും ഹംസ സെൻട്രൽ വന്നിരിക്കുന്നു, ഇവിടെ ആദ്യം വന്നിരിക്കുന്നു, ഇവിടെ സെൻട്രൽ വന്നിരിക്കുന്നു, ഇവിടെ അവസാനത്തിൽ വന്നിരിക്കുന്നു. ഈ ഹംസയെ, ഈ ഹംസത്തിൽ ഖത്അനെ ഒരു നിലക്കും കട്ട് ചെയ്യാനുള്ള, ഒഴിവാക്കാനുള്ള നിയമമില്ല. ആദ്യം വന്നാലും അവസാനം വന്നാലും സെൻട്രൽ വന്നാലും അതിനെ ഉച്ചരിക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് അതിന്റെ പേര് ഹംസത്തുൽ ഖത്അ എന്ന് പറയാൻ കാരണം. ആദ്യം നമ്മൾ പഠിച്ചത് ഹംസത്തുൽ വസ്ൽ. ഇതിനെ 3 അവസരത്തിൽ നമ്മൾ കട്ട് ചെയ്യാൻ പഠിച്ചു. 3 നിയമം ഇതിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇവിടെ ഹംസത്തുൽ ഖത്അ എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തിൽ വന്നാലും അവസാനത്തിൽ വന്നാലും സെൻട്രൽ വന്നാലും അതിനെ ഒന്നും ചെയ്യാൻ പാടില്ല, അതിനെ ഉച്ചരിക്കുക തന്നെ വേണം. അമറ, സഅല, ജാഅ എന്നെല്ലാം ഉച്ചരിക്കുന്ന പോലെ. ഇനി അടുത്തതായി നോക്കൂ, തെൻവീനുകൾ. പല രൂപത്തിലുള്ള തെൻവീനുകൾ നോക്കൂ. 2 ലൊമ്മ്, വേറെ 2 ലൊമ്മ് നോക്കൂ. ഒന്ന് കമഴ്ത്തിട്ട രൂപത്തിൽ ഒരു തെൻവീൻ നോക്കൂ. ഇതിൽ ഒന്ന് കുറച്ച് മേലോട്ട് അങ്ങോട്ടും ഒന്ന് അല്പം പിന്നോട്ടും. ഇതാണെങ്കിലോ 2 പാരലായിട്ട്. ഫത്തഹ് തൻവീൻ ഒരേപോലെ. ചില തൻവീനുകൾ ഇങ്ങനെ കാണാം, ഒന്നല്പം മുന്നോട്ട് ഒന്നല്പം പിന്നോട്ടും. ചില ലൊമ്മ് തൻവീനുകൾ ഇങ്ങനെ കാണാം. മറ്റ് ചില ലൊമ്മുകൾ ഇതാ ഇങ്ങനെ കാണാം. ഈ 4 രൂപത്തിലും തെൻവീനെ കാണാം. ഇതിന്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് അഹ്കാമുൻ നൂനി സാക്കിന വ തൻവീൻ എന്നൊരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അതിനെപ്പറ്റി വിശദമായി നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ബാക്കിയുള്ള എല്ലാ അടയാളങ്ങളും അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാൻ നമുക്ക് സന്ദർഭമുണ്ട്. അവിടെ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് സാധാരണ ഖുർആൻ പാരായണ വേളയിൽ കാണുന്ന ചില വഖഫിന്റെ അടയാളങ്ങളെ സംബന്ധിച്ചാണ്. അതായത് ഖുർആൻ പാരായണ സമയത്ത് എവിടെയെല്ലാം നിർത്തണം, എങ്ങനെയെല്ലാം നിർത്തണം, എവിടെയെല്ലാം നിർത്താൻ പാടില്ല എന്നതിനെ സൂചിപ്പിക്കുന്ന ചില അടയാളങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഒന്നാമതായി ലാം. ഈ ലാം ഒരു ആയത്തിന്റെ മുകളിൽ കണ്ടാൽ അവിടെ നിർത്താൻ പാടില്ല എന്നാണ് നിയമം. എന്നാൽ ഒരു ആയത്തിന്റെ അവസാനത്തിലാണ് ലാം കാണുന്നതെങ്കിൽ അതിനർത്ഥം ആ ആയത്തിന്റെ ആശയം തീർന്നിട്ടില്ല, പിന്നിൽ വരുന്നുണ്ട് എന്നതാണ്. മറിച്ച് ഒരു ആയത്തിന്റെ നടുവിലാണ് ലാമിനെ കാണുന്നതെങ്കിൽ അവിടെ നിർത്താൻ പാടില്ല എന്നാണ് നിയമം. യാദൃച്ഛികമായി എനിക്ക് ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്നും അവസാനമായി ഇറങ്ങിയ ഖുർആൻ പരിശോധിച്ചപ്പോൾ ഈ ലാമിനെ, ഇങ്ങനെ ഒരു വഖഫിന്റെ അടയാളത്തെ തീരെ കാണാൻ സാധ്യമല്ല. എന്തെന്ന് വെച്ചാൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെ നിന്നാണ് നമുക്ക് ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ ആ ശ്വാസം മുട്ടുന്ന സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യാം. അൽ വഖഫുൽ ഇദ്തിറാറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വഖഫാണത്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അർത്ഥം തെറ്റാത്ത രൂപത്തിൽ മുന്നിൽ നിന്നും എടുത്തോതേണ്ടതാണ്. ഈ നിയമപ്രകാരമാണെങ്കിൽ ഈ ലാമിന് പ്രസക്തിയില്ല. അതുകൊണ്ടായിരിക്കാം ഈ ലാം ഇപ്പോൾ ഇറങ്ങുന്ന മുസ്ഹഫിൽ കാണുന്നില്ല. അല്ലാഹു അഅലം. എന്നാൽ പഴയകാലത്തെ മുസ്ഹഫുകളിൽ
വഖഫിന്റെ ചിഹ്നമായ ലാമിനെ ധാരാളം കാണാം. ആ സ്ഥലങ്ങളിൽ കഴിയുന്ന പരമാവധി ഓതാതിരിക്കലാണ് ഉത്തമം. കാരണം വലിയ വലിയ ആയത്തുകളിൽ നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളിൽ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അർത്ഥവ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അത്തരം സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ചിഹ്നങ്ങൾ കൊടുക്കാൻ കാരണം.